നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ് ഈ 40-ാം വയസ്സിലും. 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ 3 ഗോൾ അടിച്ചു. ഇപ്പോൾ ഈ കളിക്ക് ശേഷം ഹംഗറിയെ തോൽപ്പിച്ച ശേഷം അതിലും ക്രിസ്ത്യാനോ ഗോൾ അടിച്ചല്ലോ, അത് പെനാൽറ്റി ഗോളായിരുന്നു. ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുന്നു, ക്രിസ്ത്യാനോയുടെ പെർഫോമൻസിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ 2 കളികളിൽ നിന്ന് 3 ഗോളുകൾ അടിച്ചു എന്ന വസ്തുത നിങ്ങൾ നോക്കണം. ദേശീയ ടീമിന് അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകുന്നുണ്ട്. മാത്രമല്ല ഒരു എക്സംപ്ലറി ബിഹേവിയറാണ്, മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ബിഹേവിയറാണ്, സ്പോർട്സ്മാൻഷിപ്പാണ് അദ്ദേഹം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എങ്ങനെയാവണം, അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണിപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്. തീർച്ചയായിട്ടും CR7 ഈ പ്രായത്തിലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, തുടരെ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗോളുകൾ നേടിക്കൊണ്ടേയിരിക്കുന്നു. വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം ഇപ്പോൾ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഹങ്കർ, പാഷൻ, അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. കളിക്ക് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച് വാക്കുകൾ കൂടി ഒന്ന് നോക്കണം. 2 മത്സരങ്ങൾ 2 വിജയങ്ങൾ, കമോൺ പോർച്ചുഗൽ എന്ന് അദ്ദേഹം ആവേശത്തോടു കൂടി പറയുന്നു. എന്തായാലും മികച്ച ടീമുണ്ട് ഇപ്പോൾ പോർച്ചുഗലിന്. ഇത്തവണ ഒരു വലിയ സ്വപ്നം കാണുന്നുമുണ്ട്. അങ്ങ് US വെച്ചിട്ട് ആ കനക കിരീടം ഉയർത്താൻ CR7 ആവുമോ? അങ്ങനെ ആയാൽ അതൊരു വല്ലാത്ത ചരിത്രമായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.